പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സംഭാഷണം വലിയ വിവാദമായിരുന്നു. കെട്ടിട നികുതി ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ ജോസഫ് പത്തനംതിട്ട CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജുവിനെ ഫോൺ വിളിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നിരുന്നത്. ആ സംഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസറെ വെട്ടുമെന്ന് CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാനിവിടെ ഒരു 20 ദിവസമായുള്ളൂ ജോയിൻ ചെയ്തിട്ട്. വില്ലേജ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിട്ട് 20 ദിവസമായുള്ളൂ. അപ്പോൾ വന്ന ദിവസം വരെ നമ്മൾ ഈ കളക്ഷൻ പെൻഡിംഗ് ഉള്ള കളക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫുകളോട് പറയുകയും അത് പരമാവധി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം 26, 25 തീയതി ഇങ്ങനെ ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നു. പക്ഷേ 3-4 ദിവസങ്ങൾ കൊണ്ട് ഇവർ തുടർച്ചയായിട്ട് വിളിച്ചിട്ടും യാതൊരു നടപടിയില്ലാതെ ഈ കക്ഷികൾ ഇങ്ങനെ എന്നും വിളിക്കുമ്പം വളരെ പോസിറ്റീവായിട്ട് അടയ്ക്കാം. ഇതിനു മുമ്പ് അങ്ങ് തന്നെയാണോ ഈ CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജുവിനെ ഫോൺ വിളിച്ചിരുന്നത്, അതോ മറ്റ് ജീവനക്കാരാണോ കെട്ടിട നികുതി അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് വിളിച്ചിരുന്നത്? ഇദ്ദേഹത്തിനെ കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ വിളിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിനെ അറിയേയില്ല. ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്താണെന്നും അല്ലെങ്കിൽ ഏത് നിലയിലാണ് പുള്ളി, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങ് ഫോൺ സംഭാഷണത്തിൽ നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, പൊളിറ്റിക്കൽ ഫീൽഡിലായിട്ട് ബന്ധമുള്ള ആളാണ്, അതുകൊണ്ടാണ് അടയ്ക്കാത്തെന്നൊരു സീൻ്റെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് അങ്ങ് കൂടാതെ ഇവിടെയുള്ള മറ്റു ജീവനക്കാരും MV സഞ്ജുവിനെ ഈ കെട്ടിട നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഫോണിൽ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം പുള്ളി വളരെ പോസിറ്റീവായിട്ട് ഞാൻ അടയ്ക്കാം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അതേ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ സഞ്ജുവിനെ വിളിക്കുന്നത്. അതായത് ഇതുവരെയും അടയ്ക്കാം എന്ന് പറഞ്ഞു പോയ സഞ്ജു ഇനി അങ്ങനെ അടയ്ക്കാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയില്ല സഞ്ജു. അതുകൊണ്ട് നാളെ 1 മണിക്ക്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായിട്ട് പൈസ അടയ്ക്കണം. അതായത് ഇവിടെയുള്ള ജീവനക്കാർ പറഞ്ഞ അറിവ് എന്നുള്ളത് ഏതോ ഒരു രാഷ്ട്രീയക്കാരനാണ് MV സഞ്ജു, പക്ഷേ CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്നുള്ളൊരു അറിവില്ല. അങ്ങനെയുള്ള ഒരു അറിവ് എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു തലത്തിലുള്ള ഒരു റെസ്പെക്ട്, കാര്യം ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയല്ലേ, ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞാൻ സംസാരിക്കുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലുള്ള ആളാണെന്ന് അറിയാതെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാനസികാവസ്ഥയിൽ ഇത്രയും നാൾ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അടയ്ക്കാതിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അങ്ങക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? തീർച്ചയായിട്ടും എൻ്റെ അധികാര പരിധിയുള്ള ഒരു വ്യക്തിയുടെ പൈസ അടയ്ക്കാനുള്ള കുടിശ്ശികക്കാരനാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും ആ പൈസ പിരിക്കാനും അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിപ്പം ഇദ്ദേഹമാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ ഉയർന്ന ഒരു വ്യക്തിയാണെങ്കിലും പൈസ അടയ്ക്കാനുള്ളപ്പോൾ നമ്മൾ അവരെ വിളിക്കും, പൈസ അടയ്ക്കാൻ പറയും. അവർ കുടിശ്ശിക വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കും. അങ്ങനെ നടപടി സ്വീകരിക്കും എന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് പ്രൊവോക്ഡ് ആകുമായിരുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി എത്ര രൂപയാണ് സർക്കാരിലേക്ക് അടയ്ക്കാനുള്ളത്? എൻ്റെ ഓർഡറാണിത്. 9360 രൂപയാണ് ഓർഡർ. അതായത് 262.48 മീറ്റർ സ്ക്വയറുള്ള കെട്ടിടത്തിൻ്റെ നികുതിയാണ്. 1 ടൈം ടാക്സ് ആണ്. അത് 4 ഗഡുക്കളായിട്ട് പുള്ളിക്ക് കൊടുത്തേക്കുന്നതാണ്. 1/9/2023, 1/12/2023, 1/3/2024, 31/5/2024, 2340 രൂപ വെച്ച് 4 ഇൻസ്റ്റാൾമെന്റ്. ഈ 4 ഡേറ്റും കഴിഞ്ഞു, 1 വർഷമായി. ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അങ്ങേക്ക് ഏതെങ്കിലും തലത്തിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നോ? ഭീഷണി സന്ദേശം വന്നു. ഇന്ന് ഒരു 12 മണിയായപ്പം എന്നെ ഒരു അപരിചിതൻ ഫോണിൽ വിളിക്കുന്നു. ഞങ്ങൾ ഗുണ്ടകളാണ്, നിന്നേക്കാത്ത് ഞങ്ങൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്, വില്ലേജ് ഓഫീസിൻ്റെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്. ഞാൻ ഉടൻ തന്നെ അത് ADM-നെയും തഹസിൽദാരെയും വിവരം അറിയിച്ചു. അപ്പോൾ അവർ പ്രത്യേകിച്ചായിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കൊന്നും സംസാരിച്ചില്ല. എങ്കിലും ഒരു കളക്ടർക്കും പോലീസിനും തഹസിൽദാർക്കും എല്ലാം ഒരു ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം വന്നു ഇവരുടെ ഭാഗത്തു നിന്നാണോ നമുക്കറിയത്തില്ല. ഫോൺ നമ്പറുണ്ട്. ഈ പാർട്ടി തലത്തിൽ നിന്ന്, അതായത് CPM ഏതെങ്കിലും നേതാക്കളിൽ നിന്ന് അങ്ങേക്ക് ഭീഷണി വന്നിട്ടുണ്ടോ? ആരും അങ്ങനൊന്നും എന്നോട് പെരുമാറിയിട്ടില്ല. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പിന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല? എനിക്ക് പറഞ്ഞില്ല, എനിക്ക് അവരോടൊന്നും യാതൊരു വിരോധവും ഇല്ല. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ള മാത്രമല്ലാതെ അവരോട് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തു എന്നൊക്കെയാണ് ഇതിനകത്ത് വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഇതിനകത്ത് സേവ്ഡ് അല്ലാത്ത നമ്പർ ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. ഞാനതെൻ്റെ ഈ പറഞ്ഞ കെട്ടിട നികുതിയുടെ ചാർജ് ഓഫീസർക്കും അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർക്കും ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ എടുത്തിട്ടാണ് ഇതിങ്ങനെ. അതായത് അങ്ങല്ല ഇത് പ്രചരിപ്പിച്ചത്? ഞാൻ ഒരിക്കലും പ്രചരിപ്പിച്ചല്ല. എൻ്റെ ഗ്രൂപ്പിലിട്ടു, വിലാസന്മാരുടെ ഗ്രൂപ്പിലിട്ടു. ഈ ഡെപ്യൂട്ടി തഹസിൽദാർ ജോർജ് സാറിന് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ കണ്ണൻ രവി, എക്സിക്യൂട്ടീവ് കണ്ണൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
അല്ല ഇത് വൈറലാവണമെന്ന് ഇവർ മോശക്കാരനാണെന്നൊന്നും സ്വപ്നത്തിൽ പോലും നമുക്കൊരു ചിന്താതില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം ഞാനും ആ ഒരു തലത്തിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി, സംഘടനയിലൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ആ ഒരു തലത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ അവരൊന്നും അങ്ങനെ ചിന്തിക്കണം നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അങ്ങക്കെതിരെ ഒരു വിമർശനം വരുന്നുണ്ട്. അതായത് നേരത്തെ നടപടി നേരിട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത്. അത് ഏത് കാര്യത്തിനാണ് നടപടി നേരിട്ടിട്ടുള്ളത്? ഇതുപോലുള്ള ഒരു ആഡംബര നീതി എടുക്കേണ്ട ഒരു കേസ്, ഇതുപോലെ കുടിശ്ശിക വരുത്തിയ കേസിന് നമ്മൾ ഇതുപോലെ RR പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ പ്രപ്പോസൽ കൊടുത്തത് മറിച്ച് വെളിയിലേക്ക് വരാത്ത രീതിയിൽ മറ്റുള്ളവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് വില്ലേജ് ഓഫീസർ പ്ലാസ്റ്റിക് പേപ്പർ കത്തിച്ചു. വില്ലേജ് ഓഫീസർ പിന്നെ സ്ഥലം അളക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ല, എന്നിട്ടും വില്ലേജ് ഓഫീസർ സ്ഥലം അളക്കാൻ സ്ഥലം അളന്നില്ല, മനസ്സ് കാണിച്ചു. പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടും ഒന്നും കണ്ടെത്താത്ത 5000 മുതൽ 50,000 വരെയുള്ള വലിയ എമൗണ്ടുകൾ ഞാൻ ആ വീട്ടുകാരെ ഏൽപ്പിച്ചു. ഇതൊക്കെയാണ് ആക്ഷേപങ്ങൾ. കളക്ടറേറ്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ നടത്തി 1 രൂപ പോലും ക്രമക്കേടില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് വിവരാവകാശപ്രകാരം എടുത്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഒരു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് അതെനിക്കറിയില്ല. അതിൻ്റെ പേരിലുള്ള നടപടി തുടർന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങ് കൈക്കൂലി വാങ്ങിച്ചതിനാണ് നടപടി നേരിട്ടതെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അറിയാത്ത ജനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരങ്ങ് ചിന്തിക്കുകയാണ്. അറിയാൻ വയ്യാത്ത ജനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ അവരങ്ങ് ചിന്തിച്ച് അവരങ്ങ് പിക്ചറൈസ് ചെയ്യുകയാണത്. ഇപ്പോൾ അങ്ങ് ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എത്രയും വേഗം, അതായത് എന്നാണോ സംസാരിച്ചത് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് അടയ്ക്കണം എന്നാണ്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണ്, അടയ്ക്കണം. പിന്നെ അത് അവരടയ്ക്കാൻ ബാധ്യസ്ഥരാണല്ലോ. തീർച്ചയായിട്ടും അടച്ചിരിക്കണം. അടച്ചില്ലെങ്കിൽ അതിൻ്റെ നടപടിയായിട്ട് ഈ പറഞ്ഞ പോലെ RR പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ട്. കളക്ടറെ ഇന്ന് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ജോസഫ് അങ്ങനെ അവരടച്ചില്ലെങ്കിൽ അത് ചെയ്യണം. അതായത് CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MP സഞ്ജു കെട്ടിട നികുതി അടയ്ക്കാൻ ഇനിയും താമസം വന്നാൽ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകും. എൻ്റെ പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പോൾ അങ്ങേ ഓഫീസിൽ കയറി വെട്ടും എന്നാണല്ലോ ഫോൺ സംഭാഷണത്തിൽ ഉള്ളത്. ഇത് സംബന്ധിച്ച് പോലീസിൽ എന്തെങ്കിലും പരാതി കൊടുക്കുമോ? പരാതി കൊടുത്തിട്ടില്ല, ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. കളക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. പരാതി കൊടുത്താൽ അത് കൂടുതൽ എനിക്കെതിരെ ദോഷമായിട്ട് ഭവിക്കും എന്ന് 100% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം പരാതി കൊടുക്കുന്നില്ല. പക്ഷേ ഇന്ന് എന്നെ ഈ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയത് കളക്ടറെയും തഹസിൽദാരെയും അതുപോലെ തന്നെ SHOനെ അറിയിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിൽ ഭയമുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും മനസ്സിൽ ഭയമുണ്ട്. കാര്യം 2 കുഞ്ഞുങ്ങളും ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് വീട്ടിലുള്ളത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമുണ്ട്. വീട്ടുകാർ ഇതറിഞ്ഞപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? അവർക്ക് ഇന്നലെ മോനെ അമ്മച്ചി കരയുക, മോനെ പോകണ്ട എന്ന് പറഞ്ഞ അമ്മച്ചി കരയുക, അതേ ഉള്ളൂ. ഇപ്പോൾ അങ്ങയുടെ ഫോൺ സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചോദിക്കുന്നുണ്ട് ഏത് പ്രദേശവാസിയാണ്, ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങയുടെ മറുപടി, ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത്, മാവേലിക്കരയാണ് സ്വദേശം, വില്ലേജ് ഓഫീസറായി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മറുപടി? അതിന് മുമ്പ് എന്തെങ്കിലും വേറെ സംഭാഷണം നടന്നിരുന്നോ? ലൊക്കേഷൻ കൃത്യമായിട്ട് കൊടുത്താൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാ ഞാൻ ഇന്നടുത്ത് ഇന്ന വിലാസത്തിലാണ് താമസിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അങ്ങനെ അങ്ങയുടെ മാതാപിതാക്കളും ഭാര്യയും കുട്ടികളും ഒക്കെ അവിടെയാണ്, മാവേലിക്കരയിലാണ്. മാവേലിക്കരയാണ്. അത് വൈകിട്ടാണോ അത് പറയായിരുന്നത്? ഭാര്യ ഒപ്പമില്ല, അവർ വേറെ താമസിക്കുകയാണ്. മക്കളും മകള് ബാംഗ്ലൂർ നഴ്സിങ്ങിന് പഠിക്കുന്നു, മോനും ഞാനും അമ്മച്ചിയും പിന്നെ സർവൻറ്റും, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്, അല്ലാതെ ധിക്കാരപരമായിട്ടല്ല. ഒരിക്കലും അല്ല. ധിക്കാരപരമായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനൊരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞു. ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒരു വിശദീകരണം പറഞ്ഞിരിക്കുന്നത് ഈ ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തത് ആണ് എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണമാണ് വരുന്നത്. ഇല്ല, ഞാൻ TV-യിലൊക്കെ കേട്ടത് അത് തെറി പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തിട്ട് TV-യിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി അതുപോലെ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങയുടെ മേലുദ്യോഗസ്ഥർ ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു, എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫുകളുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇനി അവർ കളക്ടർക്കൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് മുമ്പോട്ട് പോകുന്നത്. തനിക്ക് CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MP സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും വന്ന ആ ഒരു ഭീഷണി സംബന്ധിച്ച് പോലീസിൽ തൽക്കാലം പരാതി കൊടുക്കുന്നില്ല എന്നാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇന്നും ഭീഷണി സന്ദേശം അദ്ദേഹത്തിന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയാണ് ജോലി ചെയ്യുന്നതെന്നും വില്ലേജ് ഓഫീസർ ജോസഫ് വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.